നമസ്കാരം. ഇന്ത്യയിലെ സ്ത്രീകൾക്ക് എല്ലാ മേഖലകളിലും ഇന്ന് വലിയ പദവിയാണ് ലഭിക്കുന്നത്. പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും ഇന്ത്യയുടെ രാഷ്ട്രപതിയുമൊക്കെ എത്രയോ വനിതകൾ ഈ സ്ഥാനം നേരത്തെ വഹിച്ചിരുന്നു, ഇപ്പോഴും ആ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ് സുരേഖ യാദവിൻ്റെ പേര് നമ്മൾ ഇക്കാര്യത്തിൽ പ്രത്യേകം ഓർക്കേണ്ട ഒന്നാണ്. 36 വർഷത്തെ സേവനം പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസമാണ് അവർ സർവീസിൽ നിന്ന് വിരമിച്ചത്. മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമീണ കുടുംബത്തിലാണ് അവർ ജനിച്ചത്. അച്ഛനും അമ്മയൊക്കെ തന്നെ കർഷകരായിരുന്നു. സുരേഖ ഉൾപ്പെടെ 5 മക്കളാണ് അവർക്കുണ്ടായിരുന്നത്. ഇതിലേറ്റവും മൂത്തയാളായിരുന്നു സുരേഖ. കുട്ടിക്കാലം മുതൽ തന്നെ അച്ഛനമ്മമാരെ കൃഷിയിലൊക്കെ തന്നെ സഹായിക്കുമായിരുന്നു. എന്നാൽ അച്ഛനമ്മമാരാകട്ടെ തൻ്റെ വിദ്യാഭ്യാസത്തിനാണ് കൂടുതൽ പ്രാധാന്യം തന്നതെന്നാണ് അവർ പറയുന്നത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായതിനു ശേഷമാണ് റെയിൽവേയിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. 1989 അവർ ലോക്കോ ഡ്രൈവറായി ജോലിയിൽ പ്രവേശിക്കുന്നത്. അവിടെ ജോലിയിൽ പ്രവേശിച്ചപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ ട്രെയിൻ ഡ്രൈവറാണ് താനെന്ന കാര്യം. ചുറ്റും മുഴുവൻ പുരുഷന്മാരാണ്. പക്ഷേ തൻ്റെ കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരായ പുരുഷന്മാരൊക്കെ തന്നെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം അവർക്ക് മുംബൈയിൽ വലിയൊരു യാത്രയപ്പാണ് സഹപ്രവർത്തകർ നൽകിയത്. അവസാന ദിവസം രാജധാനി എക്സ്പ്രസ് ഓടിച്ചുകൊണ്ടാണ് അവർ തൻ്റെ സേവനം അവസാനിപ്പിച്ചത്. മുംബൈ ടെർമിനൽ സ്റ്റേഷനിലേക്ക് എത്തിയ ഈ ട്രെയിനിൽ നിന്ന് സഹപ്രവർത്തകർ അവർക്ക് വലിയ തോതിലുള്ള ആവേശകരമായൊരു വരവേൽപ്പാണ് നൽകിയത്. ഈ 36 വർഷം തികച്ചും സാർത്ഥകമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. തനിക്ക് തൻ്റെ കുടുംബ പരിപാടികളിൽ പലതിലും പങ്കെടുക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും തന്നെ ആർക്കും പരാതിയില്ല. കൂടാതെ വളരെ ദുർഘടമായ കാലാവസ്ഥയിലും വളരെ കഠിനമായ ഭൂപ്രദേശങ്ങളിലൂടെയൊക്കെ തന്നെ താൻ ട്രെയിൻ ഓടിച്ചിട്ടുണ്ട് എന്നുള്ളത് തനിക്ക് ജീവിതത്തിൽ എന്നും മറക്കാനാവാത്തൊരു അനുഭവമാണെന്നാണ് അവർ പറയുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടമാകുന്നതായി തോന്നുന്നുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് റെയിൽവേ സിഗ്നലുകളുടെ വെളിച്ചമാണ് തനിക്ക് ജീവിതത്തിൽ നഷ്ടപ്പെടാൻ പോകുന്നത് എന്നുള്ളതാണ് അവർ പറഞ്ഞ മറുപടി. അതായത് എത്ര കൃത്യതയോടു കൂടിയാണ് അവർ വണ്ടി ഓടിച്ചിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ പറയുന്നത് ഒരു 30 സെക്കൻഡ് പോലും നമുക്ക് ചിന്ത മാറ്റാൻ കഴിയുകയില്ലായിരുന്നു, അത്ര സൂക്ഷിച്ചു വേണം ട്രെയിൻ ഓടിക്കാനെന്നാണ്. ഇന്ന് ഇന്ത്യൻ റെയിൽവേയിൽ 2000-ഓളം വനിതാ ലോക്കോ പൈലറ്റുമാരാണ് ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. പക്ഷേ അവരിൽ ആദ്യത്തെ വ്യക്തിയായി മാറാൻ കഴിഞ്ഞതിൽ തനിക്ക് എക്കാലത്തും അഭിമാനമുണ്ട് എന്നാണ് സുരേഖ യാദവ് പറയുന്നത്. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് വനിതകൾക്ക് ഇത്തരത്തിലുള്ള ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിൽ അവർ ഏറെ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും 2000-ഓളം വനിതാ ലോക്കോ പൈലറ്റുമാരുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രം തന്നെ തിരുത്തി കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുരേഖ യാദവ് സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. പിന്നീട് നിശ്ചിത കാലാവധി പൂർത്തിയാക്കിയതിന് ശേഷമാണ് യാത്രക്കാരെയും വഹിച്ചുകൊണ്ടുള്ള ട്രെയിനുകൾ ഓടിച്ചു തുടങ്ങിയത്. 1996 അവർ പൂർണ്ണ ചുമതലയുള്ള ലോക്കോ പൈലറ്റായി മാറുന്നത്. അങ്ങേറ്റം സമ്മർദ്ദം നിറഞ്ഞ ഈ ജോലിയിലും തനിക്ക് ഏറെ സഹായകരമായി മാറിയത് തൻ്റെ ഒപ്പമുള്ള പുരുഷ സഹപ്രവർത്തകരും അതുപോലെ വീട്ടുകാരുമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. 2 തവണ ഗർഭിണിയായ സമയത്ത് പോലും താൻ ട്രെയിൻ ഓടിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഏതായാലും മക്കളും ഭർത്താവും എല്ലാവരും തന്നെ തൻ്റെ ഈ നേട്ടത്തിൽ ഏറെ അഭിമാനിക്കുന്നു എന്നാണ് സുരേഖ യാദവ് പറയുന്നത്. ഒപ്പം തൻ്റെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ തന്നോട് സഹകരിച്ച് തന്നെ ഏറെ പ്രോത്സാഹിപ്പിച്ച സഹപ്രവർത്തകരോടും വീട്ടുകാരോടും എല്ലാമുള്ള നന്ദി അറിയിക്കുന്നു. തങ്ങളുടെ അച്ഛനും അമ്മയും അത്രയും പുരോഗമന ചിന്താഗതിക്കാരായിരുന്നത് കൊണ്ട് മാത്രമാണ് തനിക്കിതൊക്കെ ആകാൻ കഴിഞ്ഞത് എന്നാണ് സുരേഖ യാദവ് മാധ്യമങ്ങളോട് പറഞ്ഞത്.